മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് യേശയ്യ ചാപ്റ്റർ 49:50. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുക: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ ഒരു വചനമാണ്. ഗർഭപാത്രം തുറന്ന് സർജറി ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ പിടിച്ച സാമുവേൽ അർമാസിനെ ഇന്ന് ലോകമെങ്ങും അറിയും. സാമുവേലിന് 21 ആഴ്ച പ്രായമുള്ളപ്പോഴായിരുന്നു ആ സംഭവം. സർജറി ചെയ്യാനെത്തിയ സർജന്റെ കയ്യിൽ അവൻ കുഞ്ഞു കരങ്ങൾ ചേർത്ത് പിടിച്ചത് ലോകമെങ്ങും വാർത്തയായി. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതായിരുന്നു ആ പിഞ്ചിളം കൈ. ഗർഭസ്ഥ ശിശുവിന് ജീവനില്ലെന്ന് കരുതിയിരുന്ന അനേകായിരങ്ങൾക്ക് തിരിച്ചടിയായി മാറി ആ കുഞ്ഞു കരങ്ങൾ. മരണ സംസ്കാരത്തിനു നേരെ ഉയർന്ന കുഞ്ഞിക്കൈ യഥാർത്ഥത്തിനും മെഡിക്കൽ സയൻസിനും മുൻപിൽ കണ്ണടച്ചവരുടെ ഉറക്കം കെടുത്തുന്ന ചിത്രമായി. ഇന്നത്തെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇത്രയേറെ ശക്തമായ മറ്റൊരു ചരിത്രവും ഉണ്ടായിട്ടില്ല. 1999 ഓഗസ്റ്റ് 19 ലോകത്തെ വളരെയധികം സ്വാധീനിച്ച ഈ കരം ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ പതിഞ്ഞത്. മൈക്കൽ ടാൻസി എന്ന ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇതിന് പിന്നിൽ. 1999 സെപ്റ്റംബർ 7 USA ടുഡേ എന്ന പത്രത്തിൽ ഗർഭപാത്രത്തിലെ കൈസ്പർശം എന്ന അടിക്കുറിപ്പോടെ ആണ് ചിത്രം പ്രസിദ്ധീകരിച്ചത്. 1999 ഡിസംബർ 2 സാമുവേൽ ഭൂജാതനായി. അവന്റെ സ്നേഹമയായ അമ്മ അവനെ സാമുവേൽ എന്ന് വിളിച്ചു. ലോകത്തിലെ അത്യപൂർവമായ സർജറിക്കായിരുന്നു കുഞ്ഞ് സാമുവേൽ വിധേയനായത്. സ്പൈന ബിഫിദ എന്ന രോഗം ഭേദമാക്കുന്നതിനായിരുന്നു സർജറി. ഇത് വീക്ഷിക്കുന്നതിനായി ഏതാനും പേർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടിയിരുന്നു. പെട്ടെന്നാരോ ഒരു സ്റ്റൂൾ തട്ടി മറിച്ചിട്ടു. സർജൻ ജോസഫ് ബെർണർ പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്, കുഞ്ഞു ഉണരും. കുഞ്ഞു മാത്രമല്ല, ലോകവും ഉണർന്നു അബോർഷനെതിരെ. അപ്പോൾ ഈ സാമുവേൽ വളർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളോടൊപ്പം ജോർജിയയിലാണ് താമസം. തന്റെ ഫോട്ടോ അനേകായിരം കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കും എന്ന് സാമുവേലിന് അറിയാമായിരുന്നു. അമേരിക്കയിൽ ഇന്ന് പകുതിയിലേറെ ജനം അബോർഷനെതിരാണ്. എന്നാൽ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ യുവജനങ്ങൾ പ്രോ ലൈഫ് രംഗത്തേക്ക് കണ്ടുവരുന്നു എന്നതും ആശ്വാസജനകമാണ്. മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ജീവൻ ആരംഭിക്കുന്നുവെന്ന സത്യം സാമുവേലിന്റെ കൈവഴി ദൈവം കാണിച്ചു കൊടുത്തിട്ടും ഇന്നും ആ സത്യം അംഗീകരിക്കുവാൻ മടിക്കുന്ന രാജ്യങ്ങളും നേതാക്കളും നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യം. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. ടാഗോറിന്റെ വാക്കുകളാണ്. ആ ജീവന് വേണ്ടി നിൽക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.